ഹലോ. ഇന്നത്തെ PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാ, സാഹിത്യ, സംസ്കാരം ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? വിക്രം സാരാഭായ്, ഹോമി ജെ ബാബ, APJ അബ്ദുൽ കലാം. ഇതിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? APJ അബ്ദുൽ കലാമിനാണ് ലഭിച്ചത്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാ? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി. ഓക്കെ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാരാണ്? അത് സത്യനാരായണ വല്ലേരിയാണ്. പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ വല്ലേരി. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിലാണ്? അയർലൻഡ് ആൻഡ് UK പ്രസിദ്ധീകരിച്ച സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത് കേട്ടോ. അയർലൻഡ് UK പ്രസിദ്ധീകരിച്ച സാഹിത്യ കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാർക്ക് ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. എങ്ങനെ വരുന്നത്? അതിനൊരു കോഡുണ്ട്. GST MTO അക്കിത്തം. GST എന്നുള്ളത് G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, T എന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. MTO MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, പിന്നെ അക്കിത്തം കേട്ടോ. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ നമ്മൾ പറയുന്നത് GST MTO അക്കിത്തം. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ് ആൻഡ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ്, ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദനാണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്. കാഞ്ചന സീത എന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്തത്? കാഞ്ചന സീത എന്ന സിനിമ സംവിധാനം ചെയ്തത് G അരവിന്ദനാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകന്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് കണ്ടം വെച്ച കോട്ട്. കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരെന്താ? ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം. നീലവെളിച്ചം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രമാണ് കൊടിയേറ്റം. കൊടിയേറ്റമാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. ഓക്കെ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേള ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തൃശ്ശൂർ പൂരം കേട്ടോ. ഇലഞ്ഞിത്തറ മേളം എന്നുള്ളത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് ഇലഞ്ഞിത്തറ മേളം. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ് മുടിയേറ്റ്. കാളിദാരിക യുദ്ധം പ്രമേയമായ